للذين أحسنوا الحسنى وزيادة ولا يرهق وجوههم قتر ولا ذلة أولئك أصحاب الجنة هم فيها خالدون. നന്മയുടെ മാർഗം തിരഞ്ഞെടുത്തവർക്ക് നന്മയുണ്ട്, കൂടുതൽ അനുഗ്രഹവുമുണ്ട്. അവരുടെ മുഖത്ത് കരിപ്പുരളുകയോ അപമാനം ബാധിക്കുകയോ ഇല്ല. അവർ സ്വർഗാവകാശികളാകുന്നു, സ്വർഗത്തിൽ നിത്യവാസം ചെയ്യുന്നവരാകുന്നു. അവരുടെ സുകൃതം അർഹിക്കുന്ന പ്രതിഫലം മാത്രമല്ല, അല്ലാഹുവിന്റെ വക സമ്മാനമായി കുറെ കൂടുതലും നൽകുമെന്ന് സാരം. والذين كسبوا السيئات جزاء سيئة بمثلها وترهقهم ذلة ما لهم من الله من عاصم كأنما أغشيت وجوههم قطعا من الليل مظلما أولئك أصحاب النار هم فيها خالدون. തിന്മകൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നവരോ തങ്ങളുടെ തിന്മകൾ ഏതു തരമാണോ അതേ തരത്തിലുള്ള പ്രതിഫലം അവർക്കും ലഭിക്കുന്നതാകുന്നു. അപമാനം അവരെ പൊതിഞ്ഞിരിക്കും. അല്ലാഹുവിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ ആരുമുണ്ടായിരിക്കുകയില്ല. അവരുടെ മുഖങ്ങൾ രാവിന്റെ മൂടുപടമണിഞ്ഞതുപോലെ ഇരുട്ടിനാൽ മൂടപ്പെട്ടിരിക്കും. അവർ നരകാവകാശികളാകുന്നു, അതിൽ നിത്യവാസികളാകുന്നു. അതായത് അവരുടെ പാപത്തിനർഹിക്കുന്ന ശിക്ഷ മാത്രമേ ലഭിക്കൂ, ഒട്ടും കൂടുകയില്ല. സ്വരക്ഷയുടെ കാര്യത്തിൽ നിരാശരാവുന്നതോടെ കുറ്റവാളികളുടെ മുഖം കരുവാളിച്ചു പോകുന്നതിനെക്കുറിച്ചാണ് അവരുടെ മുഖം ഇരുട്ടിനാൽ മൂടപ്പെടും എന്ന് പറയുന്നത്. وَيَوْمَ نَحْشُرُهُمْ جَمِيعًا ثُمَّ نَقُولُ لِلَّذِينَ أَشْرَكُوا مَكَانَكُمْ أَنْتُمْ وَشُرَكَاؤُكُمْ فَزَيَّلْنَا بَيْنَهُمْ وَقَالَ شُرَكَاؤُهُمْ مَا كُنْتُمْ إِيَّانَا تَعْبُدُونَ. നാം അവരെയെല്ലാവരെയും ദൈവിക കോടതിയിൽ ഒരുമിച്ചു കൂട്ടുന്ന ദിവസം ബഹുദൈവങ്ങളെ ആരാധിച്ചവരോട് നിങ്ങളും നിങ്ങളുടെ കൃത്രിമ ദൈവങ്ങളും അവിടെ നിൽക്കുവിൻ എന്ന് പറയും. അനന്തരം അവർക്കിടയിൽ നിന്ന് അപരിചിതത്വത്തിന്റെ മറ നീക്കിക്കളയും. അവരുണ്ടാക്കിയ പങ്കാളികൾ പറയും, നിങ്ങൾ ഞങ്ങൾക്ക് ഇബാദത്ത് ചെയ്തിരുന്നില്ല. ആയത്തിൽ പറഞ്ഞിരിക്കുന്ന ഫസയ്യൽന ബൈനഹും എന്ന വാക്കിന് ചില വ്യാഖ്യാതാക്കൾ അർത്ഥം കൊടുത്തത് അവരുടെ പരസ്പര ബന്ധം നാം വേർപെടുത്തും എന്നാണ്. ബന്ധങ്ങളുടെ പേരിൽ അന്യോന്യം പരിഗണിക്കാതിരിക്കാനാണത്. പക്ഷെ ഈ അർത്ഥം അറബി ഭാഷാ ശൈലിക്കിണങ്ങുന്നതല്ല. ഈ ശൈലിയുടെ ശരിയായ അർത്ഥം നാം അവർക്കിടയിൽ വിവേചനം വരുത്തും എന്നാണ്, അഥവാ അവരെ നാം വിവേചിച്ച് വകതിരിച്ചു നിർത്തും. ഈ ആശയത്തെ പ്രതിഫലിപ്പിക്കാനാണ് അവർക്കിടയിൽ നിന്ന് നാം അപരിചിതത്വത്തിന്റെ തിരശ്ശീല നീക്കുമെന്ന് പരിഭാഷ കൊടുത്തത്. അതായത് ബഹുദൈവവാദികളും അവരുടെ ആരാധ്യന്മാരും മുഖാമുഖമായി അടുത്തടുത്തു നിൽക്കും. ഓരോരുത്തരുടെയും സവിശേഷ നിലപാട് പരസ്പരം വ്യക്തമാവും. തങ്ങൾ ഇഹത്തിൽ ആരാധ്യന്മാരാക്കിയിരുന്നവർ ആരാണെന്ന് ബഹുദൈവവാദികൾക്കും തങ്ങളെ ആരാധിച്ചിരുന്നവർ ആരാണെന്ന് ആരാധ്യന്മാർക്കും മനസ്സിലാവും. فَكَفَى بِاللَّهِ شَهِيدًا بَيْنَنَا وَبَيْنَكُمْ إِن كُنَّا عَنْ عِبَادَتِكُمْ لَغَافِلِينَ. നിങ്ങൾക്കും ഞങ്ങൾക്കുമിടയിൽ സാക്ഷിയായി അല്ലാഹു മതി. നിങ്ങൾ ഞങ്ങൾക്ക് ഇബാദത്ത് ചെയ്തിരുന്നുവെങ്കിൽ തന്നെ ആ ഇബാദത്തിനെക്കുറിച്ച് ഞങ്ങൾ തികച്ചും അജ്ഞരായിരുന്നു. ഇഹലോകത്ത് ദേവന്മാരും ദേവികളുമായി കരുതി പൂജിക്കപ്പെട്ടിട്ടുള്ള മലക്കുകൾ, സാക്ഷാൽ ദൈവത്തിന് മാത്രം വകവെച്ചു കൊടുക്കേണ്ട ദൈവിക അവകാശങ്ങൾ, പങ്കാളികളെന്ന നിലയിൽ വകവെച്ചു കൊടുക്കപ്പെട്ടിട്ടുള്ള ഭൂതങ്ങൾ, പ്രേതങ്ങൾ, പിതാക്കൾ, നബിമാർ, ഔലിയാ, ശുഹദാ തുടങ്ങിയവരെല്ലാം അവരുടെ ആരാധകരോട് തുറന്നു പറയും,
നിങ്ങൾ ഞങ്ങളെ ആരാധിക്കുന്ന വിവരം തന്നെ ഞങ്ങൾക്കറിയില്ലായിരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയോ ശരണാർത്ഥനയോ ആവലാതിയോ സങ്കടമോ വഴിപാടോ ബലിയോ സ്തുതിഗീതമോ ജപമോ മന്ത്രമോ പ്രണാമമോ ചുംബനമോ ഒന്നും ഞങ്ങളിലേക്കെത്തിയിരുന്നില്ല. هنالك تبلو كل نفس ما أسلفت وردوا إلى الله مولاهم الحق وضل عنهم ما كانوا يفترون. അന്നാളിൽ ഓരോ മനുഷ്യനും അവനവൻ ചെയ്തതിന്റെ രുചി ആസ്വദിക്കുന്നതാകുന്നു. എല്ലാവരും യഥാർത്ഥ യജമാനനിലേക്ക് മടക്കപ്പെടും. അവർ കെട്ടിച്ചമച്ചിരുന്ന വ്യാജങ്ങളൊക്കെയും അപ്രത്യക്ഷമാവുകയും ചെയ്യും. قُلْ مَنْ يَرْزُقُكُمْ مِنَ السَّمَاءِ وَالْأَرْضِ أَمَّنْ يَمْلِكُ السَّمْعَ وَالْأَبْصَارَ وَمَنْ يُخْرِجُ الْحَيَّ مِنَ الْمَيِّتِ وَيُخْرِجُ الْمَيِّتَ مِنَ الْحَيِّ وَمَنْ يُدَبِّرُ الْأَمْرَ فَسَيَقُولُونَ اللَّهُ فَقُلْ أَفَلَا تَتَّقُونَ. അവരോട് ചോദിക്കുക, ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് അന്നം നൽകുന്നത് ആരാകുന്നു? ഈ കേൾവിയും കാഴ്ചയും ആരുടെ അധീനത്തിലാകുന്നു? ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്ന് സജീവ വസ്തുക്കളെയും സജീവ വസ്തുക്കളിൽ നിന്ന് നിർജീവ വസ്തുക്കളെയും ഉളവാക്കുന്നതാരാകുന്നു? തീർച്ചയായും അവർ പറയും അല്ലാഹുവാണെന്ന്. ചോദിക്കുക, എന്നിട്ടും നിങ്ങൾ സത്യവിരുദ്ധമായി ചരിക്കുന്നതിനെ സൂക്ഷിക്കാത്തതെന്ത്? فذلكم الله ربكم الحق فماذا بعد الحق إلا الضلال فأنى تصرفون. അതെ, ഈ അല്ലാഹു തന്നെയാകുന്നു നിങ്ങളുടെ സാക്ഷാൽ നാഥൻ. പിന്നെ സത്യത്തിന് ശേഷം ദുർമാർഗമല്ലാതെ മറ്റെന്താണ് അവശേഷിച്ചിട്ടുള്ളത്? ഇനിയും നിങ്ങൾ എങ്ങോട്ടാണ് വഴിതെറ്റിപ്പോകുന്നത്? അതായത്, നിങ്ങൾ തന്നെ സമ്മതിക്കുന്നത് പോലെ ഇതെല്ലാം അല്ലാഹുവിന്റെ പ്രവർത്തനമാണെങ്കിൽ നിങ്ങളുടെ സാക്ഷാൽ രക്ഷാകർത്താവും ഉടമസ്ഥനും യജമാനനും അടിമത്തവും ആരാധനയും അർഹിക്കുന്നവനും അല്ലാഹു മാത്രമാണെന്ന് വന്നു. ഈ പ്രവർത്തനങ്ങളിലൊന്നും ഒരു പങ്കുമില്ലാത്ത മറ്റുള്ളവർ എങ്ങനെ അവന്റെ പങ്കാളികളായി? ഇവിടെ സംബോധിതർ പൊതുജനമാണെന്ന് ഓർമ്മ വേണം. നിങ്ങൾ എങ്ങനെ തെറ്റിപ്പോകുന്നു എന്നല്ല, നിങ്ങൾ എങ്ങനെ തെറ്റിക്കപ്പെടുന്നു എന്നാണ് അവരോട് ചോദിക്കുന്നത്. ജനങ്ങളെ നേർമാർഗത്തിൽ നിന്ന് ദുർമാർഗത്തിലേക്ക് തെറ്റിക്കുന്ന വ്യക്തിയോ വിഭാഗമോ അവിടെ ഉണ്ടായിരുന്നുവെന്ന് ഇതിൽ നിന്ന് നല്ലപോലെ വ്യക്തമാവുന്നുണ്ട്. തദടിസ്ഥാനത്തിൽ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് വഴി തെറ്റിക്കുന്നവരുടെ പിന്നാലെ അന്ധരായി നടക്കുന്നത്? സത്യമിതായിരിക്കെ ഇവരെങ്ങോട്ടാണ് നിങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നത് എന്ന് ഗൗരവ ബുദ്ധിയോടെ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഇത്തരം ചോദ്യങ്ങൾ ഖുർആനിൽ പലയിടത്തും കാണാം. വഴിപിഴപ്പിക്കുന്നവരുടെ പേരുകൾ എടുത്തു പറയാതെ കർമ്മണി പ്രയോഗത്തിൽ പ്രസ്താവിക്കുകയാണ് ഖുർആന്റെ പതിവ്. അതിൽ പല ഉദ്ദേശ്യങ്ങളുമുണ്ട്. വഴിതെറ്റിക്കുന്നവരുടെ അനുയായികൾക്ക് ശാന്ത മനസ്സോടെ തങ്ങളുടെ നിലപാടിനെപ്പറ്റി ചിന്തിക്കാം. ഇതാ, ഇവൻ നിങ്ങളുടെ നേതാക്കളെയും മഹാത്മാക്കളെയും ഇടിച്ചു താഴ്ത്തുന്നു എന്ന് പറഞ്ഞ് അനുയായികളെ പ്രകോപിപ്പിക്കുകയോ അവരുടെ മനസ്സിന്റെ സമനില തെറ്റിക്കുകയോ ചെയ്യാൻ ആർക്കും സന്ദർഭമുണ്ടാവുകയില്ല. പ്രബോധന പ്രവർത്തനത്തിലെ യുക്തിദീക്ഷയുടെ ഒരു സുപ്രധാന തത്വം ഇതിലടങ്ങിയിരിക്കുന്നു. അത് ശ്രദ്ധിക്കേണ്ടതാണ്. كذلك حقت كلمة ربك على الذين فسقوا أنهم لا يؤمنون. ധിക്കാരം കൈക്കൊണ്ടവരെപ്പറ്റി അവർ ഒരിക്കലും വിശ്വസിക്കുകയില്ല എന്ന് താങ്കളുടെ നാഥൻ പറഞ്ഞത് ഇപ്രകാരം സത്യമായി പുലർന്നിരിക്കുന്നു. അതായത്, നിന്റെ നാഥൻ സുവ്യക്തമായ തെളിവുകളിലൂടെ അവർക്ക് കാര്യം മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർ സ്വീകരിക്കാതിരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ മർക്കടമുഷ്ടി ഒരു നിലയ്ക്കും അവരെ വിശ്വസിക്കാൻ അനുവദിക്കുന്നില്ല. قُلْ هَلْ مِنْ شُرَكَائِكُمْ مَنْ يَبْدَأُ الْخَلْقَ ثُمَّ يُعِيدُهُ
قل الله يبدأ الخلق ثم يعيده فأنى تؤفكون. അവരോട് ചോദിക്കുക, നിങ്ങൾ സ്വീകരിച്ച ബഹുദൈവങ്ങളിൽ സൃഷ്ടി ആരംഭിക്കുകയും പിന്നെ ആവർത്തിക്കുകയും ചെയ്യുന്ന വല്ലവരുമുണ്ടോ? പറയുക, ആദിയിൽ സൃഷ്ടിക്കുകയും പിന്നീട് അതിനെ ആവർത്തിക്കുകയും ചെയ്യുന്നവൻ അല്ലാഹു മാത്രമാകുന്നു. എന്നിരിക്കെ നിങ്ങൾ എങ്ങനെ വ്യതിചലിപ്പിക്കപ്പെടുന്നു? ആദി സൃഷ്ടി അല്ലാഹുവിന്റെ മാത്രം പ്രവർത്തനമാണെന്നും തങ്ങളുടെ ദൈവങ്ങളിൽ ആർക്കും അതിൽ ഒരു പങ്കുമില്ലെന്നുമായിരുന്നു മുശ്രിക്കുകളുടെ വിശ്വാസം. ആ നിലയ്ക്ക് ആദി സൃഷ്ടി നടത്തിയവന് മാത്രമേ പുനഃസൃഷ്ടിയും സാധ്യമാവൂ എന്നത് എത്രയും വ്യക്തം. എന്നാൽ ആദ്യം സൃഷ്ടിക്കാൻ കഴിയാത്തവർക്ക് എങ്ങനെ പുനഃസൃഷ്ടിക്കാൻ കഴിയും? തികച്ചും യുക്തിസഹമായ കാര്യമാണിത്. മുശ്രിക്കുകളുടെ അന്തരംഗം തന്നെ അതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. പക്ഷെ അത് സമ്മതിച്ചാൽ പരലോക നിഷേധം പ്രയാസകരമാവുമെന്നോർത്ത് അവരത് നിഷേധിച്ചുവെന്ന് മാത്രം. ഇക്കാരണത്താലാണ് മുമ്പത്തെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പ്രാപഞ്ചിക കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാഹുവാണെന്ന് അവർ തീർച്ചയായും പറയുമെന്ന് ഖുർആൻ പ്രസ്താവിച്ചത്. എന്നാൽ ഇവിടെ നബി തിരുമേനിയോട് നിർദ്ദേശിക്കുകയാണ്, താങ്കൾ അവരോട് വെട്ടിത്തുറന്നു പറയൂ, ആദി സൃഷ്ടിയും പുനഃസൃഷ്ടിയുമെല്ലാം അല്ലാഹുവിന്റെ തന്നെ പ്രവർത്തനമാണെന്ന്. എങ്ങനെ വ്യതിചലിക്കപ്പെടുന്നു എന്ന വാക്കിന്റെ താൽപര്യം ഇതാണ്. നിങ്ങളുടെ ആദ്യവും അന്ത്യവും അല്ലാഹുവിന്റെ മാത്രം കയ്യിലാണെങ്കിൽ നിങ്ങൾ സ്വൽപ്പമൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ രണ്ടറ്റങ്ങൾക്കുമിടയിൽ അല്ലാഹുവല്ലാത്ത മറ്റാരാണ് നിങ്ങളുടെ അടിമത്തത്തിനും വണക്കത്തിനും അർഹനായുള്ളത്? قُلْ هَلْ مِنْ شُرَكَائِكُمْ مَنْ يَهْدِي إِلَى الْحَقِّ قُلِ اللَّهُ يَهْدِي لِلْحَقِّ أَفَمَنْ يَهْدِي إِلَى الْحَقِّ أَحَقُّ أَنْ يُتَّبَعَ أَمَّنْ لَا يَهِدِّي إِلَّا أَنْ يُهْدَى فَمَا لَكُمْ كَيْفَ تَحْكُمُونَ. അവരോട് ചോദിക്കുക, നിങ്ങൾ വിശ്വസിക്കുന്ന കൂട്ടുദൈവങ്ങളിൽ സത്യത്തിലേക്ക് മാർഗദർശനം ചെയ്യുന്നവരായി വല്ലവരുമുണ്ടോ? പറയുക, സത്യത്തിലേക്ക് മാർഗദർശനം ചെയ്യുന്നവൻ അല്ലാഹു മാത്രമാകുന്നു. ഇനി പറയുക, സത്യത്തിലേക്ക് മാർഗദർശനം ചെയ്യുന്നവനോ അതല്ല മാർഗദർശനം നൽകപ്പെട്ടാലല്ലാതെ സ്വയം സന്മാർഗം കാണാൻ കഴിയാത്തവനോ? ആരാണ് പിന്തുടരപ്പെടാൻ ഏറ്റവും അർഹനായിട്ടുള്ളവൻ? നിങ്ങൾക്കെന്തു പറ്റി? എന്തുമാത്രം തലതിരിഞ്ഞ തീരുമാനങ്ങളാണ് നിങ്ങൾ എടുക്കുന്നത്? സുപ്രധാനമായ ഈ ചോദ്യം അല്പം വിശദമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭക്ഷണം, വസ്ത്രം തുടങ്ങിയ ജീവിതോപാധികൾ സജ്ജീകരിക്കുന്നതിലും വിപത്തുകൾ, നാശനഷ്ടങ്ങൾ തുടങ്ങിയവയിൽ നിന്നുള്ള സുരക്ഷിതത്വത്തിന് ഏർപ്പാട് ചെയ്യുന്നതിലും പരിമിതമല്ല ഈ ലോകത്തെ മനുഷ്യ ആവശ്യങ്ങൾ. മറ്റൊരാവശ്യം കൂടി അവനുണ്ട്. യഥാർത്ഥത്തിൽ അതാണ് ഏറ്റവും വലിയ ആവശ്യം. ഈ ലോകത്ത് ജീവിതം നയിക്കാനുള്ള ശരിയായ മാർഗം അറിയുകയാണത്. തന്നോടും തന്റെ ശക്തികളോടും യോഗ്യതകളോടും ഭൂമുഖത്ത് താൻ കൈകാര്യം ചെയ്യുന്ന സാധന സാമഗ്രികളോടും താൻ ഇടപെടുന്ന എണ്ണമറ്റ മനുഷ്യരോടും പൊതുവായ പ്രാപഞ്ചിക വ്യവസ്ഥയോടും താൻ എങ്ങനെ വർത്തിക്കണമെന്ന് അവൻ അറിഞ്ഞിരിക്കണം. ഈ സഹവർത്തിത്വം എങ്ങനെയെന്നതിനെ ആശ്രയിച്ചാണ് അവന്റെ ജീവിതം മൊത്തത്തിൽ വിജയകരമായി തീരുന്നത്. അധ്വാന പരിശ്രമങ്ങൾ തെറ്റായ മാർഗത്തിൽ ചെലവഴിക്കപ്പെട്ട് നാശവും പരാജയവും സ്വയം വരുത്തിവെക്കുന്നതാവരുത്. അതിന് സ്വീകരിക്കേണ്ട ശരിയായ മാർഗത്തിന്റെ പേരാണ് ഹക്ക് അഥവാ സത്യം. ആ മാർഗത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്ന വെളിച്ചത്തെ ഹിദായത്ത് അഥവാ സന്മാർഗ ദർശനം എന്ന് പറയുന്നു. ബഹുദൈവവാദികളോടും പ്രവാചകന്റെ ശിക്ഷണം കൈക്കൊള്ളാൻ കൂട്ടാക്കാത്ത മറ്റെല്ലാ ജനങ്ങളോടും ഖുർആൻ ചോദിക്കുന്നത് ഇതാണ്: ദൈവത്തെ വിട്ട് നിങ്ങൾ അടിമത്തമർപ്പിക്കുന്നവരിൽ ആരെങ്കിലും നിങ്ങളെ സന്മാർഗദർശനം ചെയ്യുമോ? ആർക്കെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ദൈവത്തെ കൂടാതെ മനുഷ്യൻ അടിമപ്പെടുന്നവർ ആകപ്പാടെ നോക്കിയാൽ രണ്ട് വിഭാഗമാണ്. ഒന്ന് ദേവീദേവന്മാരും മരിച്ചവരോ ജീവിക്കുന്നവരോ ആയ മനുഷ്യരും. അഭൗതിക മാർഗത്തിലൂടെ കാര്യം നേടിത്തരികയും ആപത്തുകൾ അകറ്റുകയും ചെയ്യുമെന്ന പ്രതീക്ഷയോടെയാണ് മനുഷ്യർ അവരെ ആശ്രയിക്കുന്നത്. സന്മാർഗദർശനത്തെ സംബന്ധിച്ചിടത്തോളം അത് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. ഒരിക്കലും ഒരു ബഹുദൈവ വിശ്വാസി അതിനായി അവരുടെ നേർക്ക് തിരിഞ്ഞിട്ടുമില്ല.
തന്റെ ആരാധ്യൻ തന്നെ സദാചാര സിദ്ധാന്തങ്ങളും സാമൂഹിക രാഷ്ട്രീയ നാഗരിക നൈതിക തത്വങ്ങളും പഠിപ്പിക്കുന്നുവെന്ന് ഒരു ബഹുദൈവ വിശ്വാസി പറയുകയുമില്ല. 2. ജനങ്ങളാൽ അനുസരിക്കപ്പെടുന്ന നിയമങ്ങളുടെയും തത്വങ്ങളുടെയും ഉപജ്ഞാതാക്കളായ മനുഷ്യർ. അവർ നേതാക്കളായിരിക്കാം, പക്ഷേ അവർ യഥാർത്ഥത്തിൽ സന്മാർഗദർശികളാണോ, ആകാമോ എന്നതാണ് അടിസ്ഥാനപരമായ ചോദ്യം. മനുഷ്യജീവിതത്തിന് ശരിയായ തത്വങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ മുഴുവൻ യാഥാർത്ഥ്യങ്ങളെയും കുറിച്ച അറിവ് അവർക്കുണ്ടോ? അവരിൽ ആരുടെയെങ്കിലും ദൃഷ്ടി മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട സകല പ്രശ്നങ്ങളെയും നോക്കിക്കാണാൻ മാത്രം കഴിവുള്ളതാണോ? മാനവ സമൂഹത്തിന് നീതിനിഷ്ഠമായ നിയമങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നതിന് തടസ്സമായ ദൗർബല്യങ്ങൾക്കും പക്ഷപാതിത്വങ്ങൾക്കും അതീതരാണോ? വ്യക്തിപരമോ വിഭാഗീയമോ ആയ താൽപര്യങ്ങൾക്കും സ്വാർത്ഥങ്ങൾക്കും അഭിനിവേശങ്ങൾക്കും അതീതരായ ആരെങ്കിലും അവരിലുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിഷേധമായിരിക്കും. ബുദ്ധിയുള്ള ഒരാൾക്കും മറിച്ചൊരുത്തരം നൽകുക സാധ്യമല്ല. ഈ ദൗർബല്യങ്ങളെല്ലാമുള്ളവർ എങ്ങനെയാണ് സന്മാർഗദർശനത്തിന് ഉറവിടമായി തീരുക? ഈ അടിസ്ഥാനത്തിൽ ഖുർആൻ ചോദിക്കുകയാണ്, ജനങ്ങളെ, മതപരമായ ആരാധ്യന്മാരിലും നാഗരിക ദൈവങ്ങളിലും നിങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നവരായി ആരെങ്കിലുമുണ്ടോ? മുമ്പത്തെ ചോദ്യങ്ങളോടൊപ്പം ഈ ഒടുവിലത്തെ ചോദ്യം മതത്തെക്കുറിച്ച മുഴുവൻ പ്രശ്നങ്ങൾക്കും തീരുമാനം നൽകുന്നു. മനുഷ്യന്റെ ആവശ്യങ്ങളാകെ കൂടി 2 തരമാണ്. 1, ഒരു രക്ഷകർത്താവും അഭയസങ്കേതവും ഉണ്ടായിരിക്കുക. അവൻ പ്രാർത്ഥനകൾ കേൾക്കുന്നവനും ആവശ്യങ്ങൾ നിറവേറ്റുന്നവനുമായിരിക്കുക. ഈ ഭൗതിക ലോകത്തിലെ അസ്ഥിരമായ അവലംബങ്ങൾക്കിടയിൽ ജീവിക്കുന്ന മനുഷ്യന് ദൈവം പ്രബലവും സുസ്ഥിരവുമായ ഒരവലംബമായിരിക്കണം. ഈ ആവശ്യം പൂർത്തീകരിക്കാൻ ദൈവത്തെ കൂടാതെ മറ്റാരുമില്ലെന്ന് മുമ്പത്തെ ചോദ്യങ്ങളിലൂടെ മനസ്സിലാക്കാം. 2ാമത്തെ ആവശ്യം ഇതാണ്: ഈ ലോകത്ത് ജീവിതം നയിക്കുന്നതിനുള്ള ശരിയായ നിയമങ്ങൾ ആവിഷ്കരിച്ചു കൊടുക്കുന്ന ഒരു മാർഗദർശി ഉണ്ടാവുക. അദ്ദേഹം നൽകിയ ജീവിത നിയമങ്ങൾ വിശ്വാസത്തോടെ സമാധാനത്തോടെ പിന്തുടരാവുന്നതാവുക. ഈ ആവശ്യവും നിറവേറ്റാൻ അള്ളാഹുവിന് മാത്രമേ സാധ്യമാവൂ എന്നാണ് ഒടുവിലത്തെ ചോദ്യത്തിന്റെ താൽപര്യം. ഇനിയും മനുഷ്യൻ ബഹുദൈവത്വപരമായ മതങ്ങളോടും മതേതരമായ ധാർമ്മിക രാഷ്ട്രീയ നാഗരിക തത്വങ്ങളോടും ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നുവെങ്കിൽ മർക്കടമുഷ്ടിയും ധിക്കാരവും എന്നതിൽ കവിഞ്ഞ് ഒരടിസ്ഥാനവും അതിനില്ല.